പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, അന്തിന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം, അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ. കർത്താവ്, അങ്ങയുടെ മക്കൾ ഈ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അതിമനോഹരമായൊരു നിമിഷമാണ് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്.
ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത്. അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ വീണ്ടും വിചാരങ്ങൾ, നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധ അമ്മ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപഴകലുകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ ഈശോ? നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതാണ് റോങ്ങായി പോയത്. സംഭവം സത്യമാണ്. പിതാവ് എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ. ഈ പാഷൻ കോൺഷ്യസ് ഒക്കെ വരുമ്പോൾ ഈശോ അതിലേക്ക് അതിജീവിച്ചിരുന്നത് ഇപ്പം 3-4 പ്രാവശ്യം, ചിലർ 4 പറയും, ചിലർ 3 പറയും. മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടുത്തെ മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോഴും ഒരു ഡെത്ത് കോൺഷ്യസ്, പാഷൻ കോൺഷ്യസ് ഒരു കർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നതെല്ലാം 16:32 എന്താണ്? പിതാവ് എന്ത് പ്രയാസങ്ങളിലൂടെ പോയാലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത്. പിതാവ് എൻ്റെ കൂടെ ഉണ്ടാവത്തില്ല എന്നുള്ളത് അവസാനത്തെ ഈശോയുടെ വെളിപ്പാടാണത്. മനസ്സിലായി? ഈശോയുടെ അറിവ്. ഈശോ ധരിച്ചിരുന്നത് മുഴുവനും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകും, അപ്പോൾ എനിക്കത് അതിജീവിക്കാൻ പറ്റുമെന്നാണ്. എനിക്കത് ജീവിക്കാൻ പറ്റും. ഇപ്പം ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ഈ മാനുഷികതയുടെ ഒരു പിൻപിടുത്തം ഉള്ളത് കാരണം ചില കാര്യങ്ങളുടെ അറിവുകൾ കാലക്രമേണ അറിവ് വരത്തുള്ളൂ. കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ, അതാണ് ഈശോ പറഞ്ഞത്, ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ലൂക്കാ 12:12 വായിച്ചേ. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും ഇതല്ലേ നമ്മുടെ പ്രശ്നം. നമുക്കൊരു വഴി കാണുന്നില്ല. എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് അത്ര വെയിറ്റ് തോന്നിയില്ലല്ല? നല്ല വെയിറ്റേജ് ഉള്ള വചനമാണിത്. എന്താ കാര്യത്തിൽ ചില കാര്യങ്ങൾ ക്രിസ്തുവിനും ആ സമയത്താണ് കിട്ടത്തുള്ളൂ. ഇപ്പം എന്താ ഇപ്പം പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് എന്താണ്? 16:32 നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട്. പക്ഷെ നമുക്കറിയാമില്ല, കർത്താവിൻ്റെ യഥാർത്ഥ പീഡാനുഭവത്തിൻ്റെ ഭാഗമാണ് ആബ്സെൻസ് ഓഫ് ഫാദർ, പിതാവിൻ്റെ അസാന്നിധ്യം. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് അതെന്താ വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിതാവ് ഇല്ലാത്ത കാര്യം ഈശോനോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. ആ സമയത്തേ പറയത്തുള്ളൂ. അതെപ്പോൾ ചില ആ സമയമാകുമ്പോൾ ഈശോ ഏലോയ് ഏലോയ് ലാമാ സബക്താനി, അതാണ് ആ സമയം എന്ന് പറയുന്നത്. മർക്കോസ് 15:34 9-ാം മണിക്കൂർ ആയപ്പോൾ, 9-ാം മണിക്കൂർ, അതാണ് ആ സമയം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി. മരണത്തിന്റെ ലാസ്റ്റ് നിമിഷമാണ്. ഏലോയ് ഏലോയ് ലാമാ സബക്താനി, അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത്?
അപ്പോൾ ഉപേക്ഷിക്കലെന്നല്ല അവൻ ധരിച്ചിരുന്നത് ആള്. ആ മാർക്കോസ് 15:34 എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്താന്നല്ല ചോദിക്കണത്. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? ഇത്രയും നാൾ ആള് വിശ്വസിച്ചിരുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും. കുരിശിൻ്റെ വഴികളിലാണല്ലോ സംഭവിക്കുന്നത്. മർക്കോസൊക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ. യോഹന്നാൻ മാത്രമേ നിന്നുള്ളൂ. നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അതായത് പൊതുവെ ഭൂരിപക്ഷം പോയല്ലോ, 90% ആൾക്കാരും പോയി. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, കുരിശിൽ ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഈശോ കിട്ടിയ അറിവ്. പക്ഷേ നമുക്കറിയാമല്ല, പക്ഷേ കുരിശിൽ വന്നപ്പോൾ പിതാവ് ആബ്സെൻ്റായി. ആബ്സൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത്, അതുകൊണ്ട് തകർന്നു പോയ ആള്. ഇപ്പോൾ ഈശോയുടെ തകർച്ച കംപ്ലീറ്റ് ആകണത്, അതായത് ഈ പാഷൻ കംപ്ലീറ്റ് പാഷൻ ആകണത് ഈ ടൈമിനാണ്. എലോയെ വിളിക്കുമ്പോഴാണ്. എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇപ്പോഴെന്താ പറയണത്? ഈ സമയത്ത് ബൈബിളിനെ കുറിച്ച് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഇതല്ലേ ന്യായാധിപ ഈശോ നിന്ന ന്യായാധിപ സംഘം. ഈശോയുടെ വചനങ്ങളെക്കുറിച്ച്, ഈശോയ്ക്ക് സംഭവിക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അകത്ത്. എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന്. കാര്യം പറച്ചിലാണ് കാര്യം ഇരിക്കുന്നത്. കാര്യം വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 4 എണ്ണമാണ്. എന്തൊക്കെയാണ് വിശ്വാസ പ്രകടനങ്ങൾ? എന്താണത്? അത് എന്താണ്? വിശ്വാസ പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെന്താണ്? പ്രയോഗം, പിന്നെന്താണ്? പ്രവചനം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മൊത്തം തകർന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാരാണ് പറഞ്ഞത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ലൂക്ക 12:12 എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകും. അതാര് നൽകും? അപ്പം നിങ്ങളായിരിക്കില്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത്? ഇപ്പോഴാണ് എലോയ് വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കാര്യം കറക്റ്റ് കംപ്ലീറ്റ് പാഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോൻ്റെ ചെവി പറയും, ജീസസ് ദിസ് ഈസ് ദാറ്റ് ടൈം. ആ സമയമാണിത്. നീ പണ്ട് പറഞ്ഞില്ലേ എന്താണ്? നീ എന്താണ് സംഘത്തിന് പറയേണ്ടതെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട. ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ഇപ്പം നീ പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാ പറഞ്ഞിരുന്നല്ല ഈശോ പറഞ്ഞത്. ഇപ്പം നീ എന്താ പറയേണ്ടത്? ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്ന് പറയണം. ദിസ് ഈസ് ബൈബിൾ. ഇപ്പം നീ പറയേണ്ടത് ഈശോയ്ക്ക് പരിശുദ്ധാത്മ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഇപ്പം നീ പറയേണ്ടത്? എന്താണ്? ഐ കമൻഡ് മൈ സ്പിരിറ്റ്. പിതാവ് ഇവിടെ എവിടെയോ ഉണ്ട്. ഐ നോ ഇറ്റ്. എനിക്ക് പക്ഷേ ഇപ്പം അനുഭവവേദ്യമാകുന്നില്ല. ഞാൻ അവിടുത്തെ അഗോചരമായ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുക ഈശോ പിതാവിലുള്ള